നമസ്കാരം. നമ്മുടെ ഇവിടുത്തെ യൂട്യൂബ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഒരു പ്രേംസിഷ്. നമ്മൾ തയ്യാറാക്കുന്നത് മുട്ട കൊണ്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബോണ്ടയാണ്. തയ്യാറാക്കുന്നത് അമ്മയാണ്. 3 ഒരുവിധം വലിയ സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 3 മുട്ട, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ കടലമാവ്, അരിപ്പൊടി, ഒരൽപ്പം സോഡാപ്പൊടി, ഉപ്പ്, നീര്, വെളിച്ചെണ്ണ, ഒരു ഗ്ലാസ് വെള്ളം. പിന്നെ താളിക്കാനായിട്ട് നമുക്ക് 2 സവാള ഒരുവിധം വലുതാണ് എടുത്തിരിക്കുന്നത്, 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. താളിക്കാൻ നമുക്ക് ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് കഴുകി അടുപ്പത്ത് കയറ്റാം. കുക്കറിൽ വെക്കാം. മഞ്ഞപ്പൊടി അല്ലേ? അതെ, മഞ്ഞപ്പൊടി കുറച്ച് ചേർക്കണം. പിന്നെ ഉപ്പ്, നീര്, വെള്ളം അല്ലേ? ഒരൽപ്പം വെള്ളം വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. വേവാനാവശ്യമായ വെള്ളം. കുക്കറടച്ച് നമുക്ക് വേവിക്കാം. ആദ്യത്തെ വിസിൽ കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് സിമ്മി കിടന്ന് വേവുമ്പോൾ വെന്തിരിക്കും നന്നായിട്ട്. ഇപ്പം നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ നേരം കൊണ്ട് നമുക്ക് മാവ് കലക്കി വെക്കാം. ഒരല്പം സോഡാപ്പൊടി ഇട്ട് കലക്കി വെക്കണം. അല്പം നേരം ഇരിക്കട്ടെ അത്. ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് 4 സ്പൂൺ കടലപ്പൊടിയും ഒരു 1.5 സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ് ആവശ്യം നമുക്ക്. അത് നമുക്കിപ്പോൾ ഓരോരുത്തരും എത്ര എടുത്തെന്ന് നോക്കിയിട്ട് അവരൊരു നമ്മളെ വീട്ടിൽ കണക്കാക്കി എടുത്താൽ മതി അളവൊക്കെ. അപ്പം നമ്മൾ കുറച്ച് കടലമാവും അതിനനുസരിച്ച് കുറച്ച് അരിപ്പൊടി മാത്രമേ ഇപ്പം ചേർക്കണത്. അതിനനുസരിച്ച് അല്പം ഉപ്പ്, ഒരു ടീസ്പൂണാണ് നമ്മൾ ചേർക്കണം മുളക് പൊടി. ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ. അതെ അതെ. അതേപോലെ ഗരം മസാല 1/2 ടീസ്പൂൺ. പിന്നെ സോഡാപ്പൊടിയാണ് ഒരല്പം, അതും ഒരല്പം മതി. ഇതിലേക്ക് ആവശ്യമായ വെള്ളം നമുക്ക് ചേർക്കാം. നല്ല കട്ടിയുള്ള മാവാണ് നമ്മൾ തയ്യാറാക്കുന്നത്. കട്ടിയില്ലാതെ നമ്മൾ ഇളക്കി നമുക്ക് എടുക്കാം. അപ്പോൾ അല്പം കൊണ്ട് വെള്ളം ചേർക്കാം. മസാല തയ്യാറാക്കാനുള്ള നമ്മൾ അരിഞ്ഞെല്ലാം വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പം നമ്മൾ കുക്കറിൽ വേവിച്ച ഉരുളക്കിഴങ്ങ് 3 ഉള്ളത് ഉടച്ച് വെച്ചിട്ടുണ്ട്. 3 മുട്ട പുഴുങ്ങിയ വെച്ച് അത് ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. നമ്മളുടെ മാവും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വഴറ്റി മസാലക്കൂട്ടുകളൊക്കെ തയ്യാറാക്കാം. പാത്രം വെക്കാം. പാത്രം ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കാം. അതെ, നന്നായിട്ട് ചൂടാവട്ടെ. 2 വലിയ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മളിപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് ചേർക്കാം. അതൊന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ പല വിധത്തിലുള്ള ബോണ്ടകൾ ഉണ്ടാക്കുമെങ്കിലും നമ്മൾ ഇന്ന് ഒരു മുട്ടയൊക്കെ വെച്ച് വ്യത്യാസമായ ഒരു ബോണ്ടയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കറിവേപ്പില കൂടി ചേർക്കാം. എന്നിട്ട് ഒരുവിധം വഴറ്റിയെടുക്കാം. നമുക്കിനി വെളുത്തുള്ളി ഇതിൽ ചേർക്കാം.
ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഇപ്പോൾ സവാള ഒരുവിധം വന്നിട്ടുണ്ടല്ലേ? അതെ, വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. എപ്പോഴും കുറച്ചിടാം അല്ലേ? അതെ, സിമ്മിലാക്കി വെച്ചേക്കണം. അപ്പോൾ ഇതിൽ മുളക് പൊടി ഒരു 1.25 സ്പൂൺ ടീസ്പൂണാണ് നമ്മൾ ചേർത്തണം. മുളക് പൊടി. അതെ, മുളക് പൊടി ചേർത്തത്. ഗരം മസാല. അതെ, ഗരം മസാല മാവിൽ ഒരല്പം മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമുക്ക് ഇതിലൊരു മസാലക്ക് രുചിക്ക് വേണ്ടിയിട്ടല്ലേ? അതെ, ഒരു 1/2 ടീസ്പൂണിൽ താഴെ ഇട്ടിട്ടുള്ളൂ ഇപ്പോഴും. ശരി. ഇനി ഇതിനായിട്ടുള്ള നമുക്ക് മസാലക്കുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർക്കാം. എന്നിട്ട് മസാലയായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് മസാലക്ക് മാത്രമേ ഇപ്പം ചേർത്തിട്ടുള്ളൂ. ഇതോടൊപ്പം തന്നെ നമുക്ക് നമ്മൾ മുട്ട പുഴുങ്ങി ചെറുതായിട്ട് അരിഞ്ഞാൽ വെച്ചാൽ അതൊന്നും ഇതിൽ കൂട്ടി കിടന്ന് യോജിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് ഇതെല്ലാം യോജിച്ചതിന് ശേഷം ഈ മസാലക്കൂട്ടിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാവിൽ മുക്കി വറുത്ത് വരാൻ നോക്കിയാൽ മതി. അതെ, ഇപ്പം ഉരുളക്കിഴങ്ങിൽ ജലാംശം ഉണ്ടെങ്കിൽ തന്നെ പോയി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം മോനെ. ഇനി ആറട്ടെ, എന്നിട്ട് നമുക്ക് ഉരുളകളാക്കാം. ഇനി ആറിയിട്ടുണ്ട്, നമുക്ക് ഒന്ന് ചെറിയ ഉരുളകളായിട്ട് ആക്കിയെടുക്കാം. അതെ, എന്നിട്ട് മാവിൽ പിന്നെ മുക്കി വറുത്തെടുക്കാം. ഇതുപോലെ നമ്മൾ ഉരുളകളാക്കി ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാവിൽ മുക്കി എണ്ണയിൽ വറുത്ത് വരാം. അതെ, വറുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായിട്ടല്ലേ? അതെ, എണ്ണ ചൂടാവട്ടെ. വറവലായി വരുന്നുണ്ട്, നമുക്ക് എടുക്കാം. ഇതുപോലെ നമുക്കെല്ലാം വറുത്ത് വാറ്റിയെടുക്കാം. മുട്ട ബോണ്ട റെഡി ആയിട്ടുണ്ടോ മോനെ? അത് ടേസ്റ്റി ആയിരുന്നു. എൻ്റെ പേരക്കുഞ്ഞുങ്ങളെ ഞാൻ വിളിച്ചിരിക്കുന്നത്. അച്ഛനെ കൊണ്ട് ഇതിപ്പോ വേറെന്താ പറയാനുള്ളത്? അത്രക്ക് അടിപൊളിയായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ വീട്ടിൽ പരീക്ഷ നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം ഉള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വീഡിയോ ഇടുന്ന ഓരോ നോട്ടിഫിക്കേഷൻ്റെയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. അതുവരെ നമസ്കാരം.